ഹലോ ഗൈസ്, ഡ്രീംസ് ഓഫ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോയ M1 എന്ന് പറയുന്ന ഒരു ലെവലിയർ മൈക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇതൊരു റിവ്യൂ ആണ്, സോ അൺബോക്സിങ് അല്ല. ഒരു മൈക്ക് അൺബോക്സിങ് ചെയ്യാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ മാത്രം ചെയ്യുന്നത്. ഇത് റിവ്യൂ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും വലുതായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ആമസോണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പോയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ആമസോണിലൊന്നും ഇല്ലാത്ത ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിൻ്റെ ഫ്രാങ്ക് ആയിട്ടുള്ള റിവ്യൂ, ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമുള്ള അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബോയ M1 എന്ന് പറയുന്ന ഒരു ലെവലിയർ മൈക്കിനെ കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാമായിരിക്കും. മിക്ക പ്രമുഖന്മാരും യൂസ് ചെയ്യുന്നത് ഇതാണ്. അതായത് ഒരു ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്ന മൈക്കാണ് ഇത്. എങ്കിലും അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയ യൂട്യൂബേഴ്സും ഈ ഒരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് ഇങ്ങനെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പൗച്ചിലാണ് ഇത് വരുന്നത്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തരുന്ന അടിപൊളി പൗച്ചാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ ലെവലിയർ മൈക്ക്. ഇത് അൺബോക്സിങ് ചെയ്യാനായിട്ടൊന്നുമില്ല, സോ അതുകൊണ്ടാണ് റിവ്യൂ മാത്രം. ഒരു മൈക്ക് ആവുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ലെങ്ത് ഉണ്ട്. ഇപ്പോൾ DSLR ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ്ങിൽ വെച്ചിട്ട് സൂം ചെയ്തായിരിക്കും എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആവും. കാരണം അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വയറുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഇതുണ്ട്. ഇപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്കും ഇത് പറ്റും. അതായത് ഇപ്പം ബോയോയുടെ M2 എന്ന് പറയുന്ന ഒരു മൈക്ക് ഉണ്ട്, അതിന് വിൻ ഫിൽറ്റർ ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിൻ ഫിൽറ്റർ എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ വിൻ ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ വിൻഡിൻ്റെ നോയ്സ് ഒന്നും അത് എടുക്കില്ല. നമ്മൾ പറയുന്നത് എന്താണോ അത് ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കും. അതിനാണ് ഈ ഒരു വിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ M2ന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. അതായത് ബോയോയുടെ M2ന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് വലിയ പ്രൈസ് ഒന്നും ഇല്ലെങ്കിലും ഇതാണ് കുറച്ചുകൂടെ ചീപ്പ്. ഓക്കെ, അപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്കും നല്ല രീതിക്ക് യൂസ്ഫുൾ ആകും. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഈ ഒരു വയറുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇനി ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല, അത്യാവശ്യം ബിലോ ആവറേജ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മൈക്കിൻ്റെ വയർ ക്വാളിറ്റി വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല. സോ നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന് കണക്ടിവിറ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ള ഒരു 3.5mm ഒരു പിന്നാണ്. ഇത് മെയിനായിട്ട് സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. DSLRs കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഒരു കണക്ടർ വരുന്നുണ്ട്. ഇത് ബാറ്ററി ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ഇടണം. ഇതിലൊരു ചെറിയ ബാറ്ററി ഇട്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഒരു മെറ്റൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് കിട്ടുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്നുണ്ട് ഇതിൻ്റെ ലുക്കിലായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസിലായാലും. അതുകൊണ്ട് തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാം. നിങ്ങൾക്ക് ക്യാമറ, അതായത് DSLRs ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ എന്നുള്ള മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ മോഡിലോട്ട് ഇടുക. എങ്കിൽ മാത്രമുള്ള ആ ഒരു ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഓഫാക്കി വെക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മൈക്കിൻ്റെ കാര്യം നോക്കാം. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വേറൊരു മൈക്കിൽ നിന്നാണ് ഞാനിത് എൻ്റെ ബോയയുടെ മൈക്കിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബോയ M1ൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലെവലിയർ മൈക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളറിൽ വേണമെങ്കിൽ പിൻ ചെയ്യാം. അതിനായിട്ടൊരു പിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് പിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഇത് കേൾക്കും. സോ അതുകൊണ്ട് നിങ്ങളത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടാണ് ചെയ്യാറ്, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ ഒരു ഇതിൽ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് തന്നെ അതിന് വേറെ നോയ്സസ് ഒന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, നല്ല ഷാർപ്പായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഓഡിയോ ആണ് ഇതിൽ നിന്ന് ഇത് ക്യാച്ച് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒഡാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോയ്സ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് തന്നെ ഇത് പെർഫോം ചെയ്യും. അത് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റിമൂവ് ചെയ്ത് തരുന്നുണ്ടാകും. കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ബോയ M1 എന്ന് പറയുന്ന മൈക്കിൻ്റെ ഓവറോൾ റിവ്യൂ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 800 രൂപയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് അവർക്കിതൊന്ന് സജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ Instagram ID അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമുള്ള അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീ സൂൺ. ബൈ.